ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്രസീലുകാർക്ക് ഒരു സന്തോഷ വാർത്തയാണ്. ഇന്നലെ രാത്രി മുതൽ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ബ്രസീലിയൻ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്, കാർലോ അഞ്ചലോട്ടിയുടെ ബ്രസീലിന്റെ സ്ക്വാഡിലേക്ക് നെയ്മർ ജൂനിയറെ സെലക്ട് ചെയ്തു. ഇനിയുള്ള ഫ്രാൻസ് ആയിട്ട് ക്രൊയേഷ്യ ആയിട്ടുള്ള ഫ്രണ്ട്ലി മാച്ചുകളിൽ നെയ്മർ ജൂനിയർ ആ മഞ്ഞ കുപ്പായത്തിൽ കളിക്കുന്നുള്ള വാർത്തയാണ്, റൂമേഴ്സുകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊന്ന് സത്യമാവട്ടെ എന്നിങ്ങനെ ആഗ്രഹിച്ചു പോവാണ് ഓരോ ബ്രസീലുകാരും. എന്താ പറഞ്ഞാല് ഈ നെയ്മർ ജൂനിയറുടെ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്കുള്ള തിരിച്ചുവരവായിട്ട് ഓരോ ബ്രസീൽ ആരാധകരും കാതോർത്തിരിക്കുകയായിരുന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാല് കുറെ കാലായി ആ ഒരു മഞ്ഞ കുപ്പായത്തിൽ ഈ ചങ്ങായിയുടെ ആ ഒരു സ്കില്ലും ട്രിബിളിങ്ങും അതേപോലെ ഗോളടിയൊക്കെ കണ്ടിട്ട് 2023 എങ്ങനെ ലാസ്റ്റ് ബ്രസീലിന് വേണ്ടി കളിക്കുന്നത്. അതിനുശേഷം തുടർച്ചയായ പരിക്കുകൾ ഒരു സൈഡ് ഇങ്ങനെ തളർത്തുമ്പോ സാന്റോസിൽ കളിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ അവിടെയും പരിക്കുകൾ വിടാതെ പിന്തുടരുമ്പോ ഒരു പ്ലെയർ ഒരു വേൾഡ് കപ്പിന് വേണ്ടി ഇത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫുട്ബോൾ ചരിത്രത്തിൽ അങ്ങനെ ഒരു പ്ലെയർ ഇല്ല നെയ്മർ ജൂനിയർ അല്ലാതെ. പരിക്കുകൾക്കെതിരെ പോരാടിയിട്ട് 2026 വേൾഡ് കപ്പില് ബ്രസീലിന് വേണ്ടിയിട്ട് ഈ മഞ്ഞ കുപ്പായത്തിൽ ആ സാമ്പാ താളങ്ങളുടെ കൂടെ ഗോൾ അടിച്ച് നൃത്തം ചെയ്തിട്ട് ബ്രസീലിന് വേണ്ടി 6ാം ലോക കിരീടം ചൂടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഓരോ ബ്രസീൽ ആരാധകരും നെയ്മർ ജൂനിയർക്ക് വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നെയ്മർ ഇല്ലാത്ത ഒരു ബ്രസീൽ സ്ക്വാഡ് 2026 വേൾഡ് കപ്പിൽ ഒരിക്കലും നമുക്ക് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബ്രസീൽ ആരാധകർക്ക് പറ്റുമോ? സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. എന്താന്ന് പറഞ്ഞാല് അത്രമാത്രം അവരുടെ സുൽത്താനിൽ അവർ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. ആ സ്ക്വാഡ് ഡെപ്തിൽ തന്നെ ആ ഒരു ഇത്രയും സ്ക്വാഡുണ്ട്. എല്ലാ പ്ലേയേഴ്സും ഗംഭീര ഫോമിലാണ് ക്ലബ്ബുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. റഫീന ആയിക്കോട്ടെ, റോഡ്രിഗോ ആയിക്കോട്ടെ, അതേപോലെ റോഡ്രിഗോയ്ക്ക് പരിക്കാണ്, അതേപോലെ മാർട്ടിനലി, അങ്ങനെ എല്ലാ ജോ പെട്ര ആയിക്കോട്ടെ, എല്ലാ ലീഗുകളിലും പോയിട്ട് ഗംഭീര പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ നെയ്മർ ജൂനിയർ എന്ന സുൽത്താനും കൂടി വന്നു കഴിഞ്ഞാൽ ബ്രസീൽ സ്ക്വാഡിനെ പിടിച്ചാൽ കിട്ടോ? നെയ്മർ ഇല്ലാത്ത ബ്രസീല് ഉപ്പില്ലാത്ത മാങ്ങ എന്ന് അറിയില്ലേ, അങ്ങനെയുള്ള സംഭവമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലബ്ബുകളിലും പോയിട്ട് നല്ല പെർഫോമൻസ് കളിക്കുന്നു. പക്ഷെ രാജ്യത്തിന്റെ മഞ്ഞ കുപ്പായത്തിൽ വരുമ്പോൾ ആർക്കും അതിൻ്റെതായ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, എടുത്തു പറയേണ്ടതാണ്. ഇപ്പൊ റയലിന് വേണ്ടിയിട്ട് മിന്നും ഫോമിനെ കളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ബ്രസീലിന്റെ കുപ്പായത്തിൽ മഞ്ഞ കുപ്പായത്തിൽ ഇവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ ബ്രസീലിന്റെ ആ മിഡ്ഫീൽഡിൽ ഭരിക്കാൻ വേണ്ടിയിട്ട് ആ വിങ്ങുകളിലൂടെ താളത്തിലൂടെ ബോളുകളെ ട്രിപ്പിൾ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നെയ്മർ ജൂനിയറെ പോലെ ഒരു പ്ലെയർ ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ്. കാസിമറോനൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നെയ്മർക്ക് തുല്യം നെയ്മർ മാത്രം എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ നെയ്മർ ഇല്ലെങ്കിൽ വേൾഡ് കപ്പ് കാണില്ല എന്ന് പറഞ്ഞ ആൾക്കാർ വരുന്നുണ്ട് എന്റെ സുഹൃത്തുക്കളിൽ. എന്താന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് വേണ്ട, നെയ്മർ ഇല്ലാത്ത വേൾഡ് കപ്പ് ഞങ്ങൾ കാണില്ല എന്ന് പറഞ്ഞിട്ടുള്ള സുഹൃത്തുക്കൾ വരുന്നുണ്ട്. ബ്രസീൽ ഫാൻസ് ആയ ചങ്ങായിമാർ നമുക്കുണ്ട്. എന്താണ്, അവര് അത്രമാത്രം ആ ഒരു പ്ലെയറിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു 6ാം വേൾഡ് കപ്പ് ബ്രസീലിന് വേണ്ടി ചൂടിത്തരും എന്ന് തന്നെയാണ് അവരിപ്പോഴും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത്. അത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട് അയാള്. ഈ ഒരു പരിക്കുകളൊക്കെ ഒരുപാട് സർജറികൾ കഴിഞ്ഞ് ഒരുപാട് കാലം റെസ്റ്റിലൊക്കെ ആയിരുന്നു. ആള് ചെയ്തൊരു മണ്ടത്തരം എന്ന് പറഞ്ഞാല് ആ ബാഴ്സയിൽ നിന്ന് എന്ന് PSG പോയോ അവിടെ തുടങ്ങിയ കഷ്ടകാലമാണ്. അത് ബാഴ്സയ്ക്കും അതേപോലെ തന്നെയാണ്. നെയ്മർ പോയതോടുകൂടി തുടങ്ങിയ പണികളാണ് ബാഴ്സയിലും. നെയ്മർക്ക് പകരക്കാരനായിട്ട് ഒരു ബാഴ്സയിൽ ഒരു പ്ലെയറെ കണ്ടെത്താനായിട്ടില്ല. PSG പോയി കുറെ ഗോളുകളും കാര്യങ്ങളൊക്കെ അടിച്ചു കൂട്ടി എന്നുള്ള കാര്യം ശരിയാണ്. വീണ്ടും ആള് സാന്റോസിലേക്ക് എത്തി. അത് ഏറ്റവും വലിയ, എന്റെ ഒരു അഭിപ്രായത്തിൽ അത് ഏറ്റവും വലിയ മോശമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ആൾക്ക് ബ്രസീലിന്റെ സാഹചര്യങ്ങളും അവിടെ പോയി കളിക്കാൻ എന്നുള്ള കാര്യം, യൂറോപ്പിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബിന് വേണ്ടി കളിക്കായിരുന്നു. കാരണം എന്താന്ന് പറഞ്ഞാല് അത്രമാത്രം ഞാൻ കുറച്ച് കളികളൊക്കെ കണ്ടിട്ടുണ്ട് സാന്റോസിന്റെ. എമ്മാതിരി ഫൗളുകളാണ് നെയ്മറിനെ ഇട്ട് മെഴുകുക എന്ന് പറയില്ലേ, അമ്മാതിരി മെഴുകലാണ് അവർ അവിടെ ഗ്രൗണ്ടിൽ കാണിക്കുന്നത്. അപ്പോ എന്നിട്ടും ഈ ചങ്ങായി അതിലൂടെ സ്കില്ലുകളും ഗോളുകളും അടിച്ചു കൂട്ടിയിട്ടുണ്ട് അവിടെ. അപ്പൊ എന്തായാലും 2026 വേൾഡ് കപ്പ് ബ്രസീലിന് വേണ്ടിയിട്ട് ആ മഞ്ഞ കുപ്പായത്തില് നെയ്മർ ജൂനിയറെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ ബ്രസീൽ ആരാധകരെ പോലെ ഞാനും കാത്തിരിക്കുകയാണ്. നമുക്ക് ഫുട്ബോളിൽ അർജന്റീന ബ്രസീൽ, ഞാൻ അർജന്റീന ഫാനാണ്, അതുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ പ്ലേയേഴ്സിന്റെ കാര്യം നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ഒരു ആരാധനാ പാത്രം തന്നെയാണ് ഈ നെയ്മർ ജൂനിയർ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ മെസ്സിയെ അന്ധമായിട്ട് ആരാധിക്കുക അല്ലെങ്കിൽ നെയ്മർ ജൂനിയറിനെ അങ്ങനെ തള്ളിയിടാൻ, ക്രിസ്ത്യാനോ റൊണാൾഡോ തള്ളിയിടുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾക്ക് അംഗീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ അംഗീകരിക്കണം. അത് റൊണാൾഡോ ആയിക്കോട്ടെ ആളുടെ കാര്യങ്ങൾ അംഗീകരിക്കണം, മെസ്സി ആയിക്കോട്ടെ മെസ്സിയുടെ കാര്യങ്ങൾ അംഗീകരിക്കണം, നെയ്മർ ജൂനിയർ ആയിക്കോട്ടെ ആളുടെ കാര്യങ്ങൾ അംഗീകരിക്കണം. അതാണ് ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പന്ത് കളി പ്രേമി എന്ന നിലയ്ക്ക് വേണ്ടത്. അല്ലാതെ മെസ്സിയെ കുറെ കുറ്റം പറയാ, ഇവിടെ റൊണാൾഡോ ഒക്കെ ഫാൻസ് നെയ്മറെ കുറെ കുറ്റം പറയാ, നെയ്മർ ഫാൻസ് മെസ്സിയെ കുറച്ച് കുറ്റം പറയാ, ഇങ്ങനെ ഒക്കെ ഒരു ചീപ്പ് പരിപാടി തന്നെ. പിന്നെ കുറെ ആൾക്കാരുടെ സോഷ്യൽ മീഡിയ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തള്ളി മറിക്കും. നമുക്ക് എന്തെന്നെ ആയിക്കോട്ടെ, ചിലപ്പോൾ താല്പര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വെറുതെ അങ്ങോട്ട് തള്ളി വിടും. അതൊക്കെ അതിൻ്റെതായ വഴിക്ക് പോകും. പക്ഷെ ഫുട്ബോള് എന്നുള്ള ഒരു പന്ത് കളി ഉണ്ടല്ലോ,
അതില് ഒരുപാട് പ്രണയവും സൗഹൃദവും അതേപോലെ തന്നെ ഇമോഷനും എല്ലാം ഉണ്ട്. അതൊക്കെ ഒരുമിക്കുമ്പോഴാണ് ആ ഒരു ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു സൗന്ദര്യം അത്രമാത്രം ഇതാവുന്നത്. അപ്പൊ എന്തായാലും നെയ്മർ ജൂനിയറിന്റെ തിരിച്ചു വരാനായിട്ട് കാത്തിരിക്കുകയാണ്. ഈ റൂമേഴ്സുകളൊക്കെ പെട്ടെന്ന് നമ്മുടെ സത്യമാവട്ടെ. അതേപോലെ തന്നെ സ്ക്വാഡിൽ അഞ്ചലോട്ടി സാന്റോസിന്റെ കളി കാണാൻ വേണ്ടിയിട്ട് ഇന്ന് അവിടെ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് വീണ്ടും ചങ്ങായിക്ക് പണി വന്നിരിക്കുന്നത്. ബ്രസീലിന്റെ സ്ക്വാഡിൽ സാന്റോസിന്റെ സ്ക്വാഡിൽ ഫുൾ എന്താണ് പറഞ്ഞാല് ഒരു കായികക്ഷമത തെളിയിക്കാത്തതുകൊണ്ട് ഈ ഒരു കളിക്കില്ല. അടുത്ത ഞായറാഴ്ച നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഉണ്ടാവും. അതാണ് അവർക്ക് ഇമ്പോർട്ടന്റ് മത്സരം എന്ന് പറഞ്ഞിട്ടാണ് അതിലുണ്ടാവും എന്ന് പറഞ്ഞില്ല. അപ്പൊ അഞ്ചലോട്ടി കളി കാണാൻ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നെയ്മർക്ക് പിന്നെയും പണിയാണ്. പക്ഷെ എന്ത് പണി ആയിക്കോട്ടെ, 2026 വേൾഡ് കപ്പിൽ ഈ ചങ്ങായി ഇല്ലാതെ ബ്രസീൽ സ്ക്വാഡിൽ ആ ഒരു അവസാനത്തെ വാക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം അഞ്ചലോട്ടിക്ക് അറിയാം. ബ്രസീലിന്റെ പ്രസിഡന്റൊക്കെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇതൊന്നും പേര് പ്രശസ്തമൊന്നല്ല, ഫിറ്റ് ആണെങ്കിൽ മാത്രം കളിപ്പിക്കുന്നുള്ളു. ഇങ്ങേര് കളിച്ചില്ലെങ്കിൽ ബ്രസീൽ റൗണ്ട് ഓഫ് 16 കടക്കില്ല എന്ന കാര്യത്തിൽ ഈ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ. ഇങ്ങേരില്ലാത്ത ആ ഒരു വേൾഡ് കപ്പ് സ്ക്വാഡ് ക്വാർട്ടർ ഫൈനലിന്റെ മുകളിലേക്ക് പോവില്ല എന്നുള്ള കാര്യം സംശയമില്ല എന്നുള്ളതാണ്. അതെന്താന്ന് പറഞ്ഞാല് ഈ ചങ്ങായി ആ ടീമിൽ വരുമ്പോ തന്നെ അവർക്കൊരു പ്രത്യേക എനർജിയാണ്. അത് ബ്രസീൽ ഫാൻസ് ആർക്കേ അറിയുള്ളൂ അതിന്റെ ഗന്ധം. അതുകൊണ്ടാണ് ആ ചങ്ങായി ഇത്രമാത്രം ആരാധിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.